പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷത്തോടെ ഈ പ്രഭാതത്തിൽ ദൈവവചനവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം എന്നെ അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. ദൈവത്തിൻ്റെ വചനത്താൽ ഞാനും നിങ്ങളുമൊക്കെ നയിക്കപ്പെടണം. ദൈവവചനം നമ്മിൽ നിറയണം. ദൈവവചനത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കുക. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ നാം പഠിച്ച വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാമത്തെ വചനമായിരുന്നു. ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 55-ാം അധ്യായം 13 വചനങ്ങളുള്ള 55-ാം അധ്യായമാണ്. അപ്പം 11-ാമത്തെ വചനമാണ്. അതിങ്ങനെയാണ് പറയുന്നത്: എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. അതായത് മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അതങ്ങോട്ട് മടങ്ങുന്നില്ല, ഭൂമിയെ നനയ്ക്കുന്നു, സസ്യങ്ങൾ മുളപ്പിക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരുന്നില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ഇതായിരുന്നു നാം ഇന്നലെ പഠിച്ച വചനം. ഇന്ന് പഠിക്കുന്നത് 12-ാമത്തെ വചനമാണ്. ഈ വചനത്താൽ നിറയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ നിറയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ 12-ാമത്തെ വചനങ്ങൾ പറയുന്നത്. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. ആ വചനം അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. ദൈവവചനം നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ ഞാനും നിങ്ങളൊക്കെ നയിക്കപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. ഇനി പറയുകയാണ്, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും. അസംഭവ്യമായ, അതായത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് മലകൾ കുന്നുകളൊക്കെ ആർത്തുപാടുക. പക്ഷെ വചനത്താൽ നിറയുമ്പോൾ പ്രകൃതിക്ക് തന്നെ, നമ്മുടെ ഈ അന്തരീക്ഷത്തിന് തന്നെ മാറ്റം ഉണ്ടാകുകയാണ്. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും, വനവൃക്ഷങ്ങൾ കൈകൊട്ടും. കണ്ടോ, വചനത്താൽ നിറയുമ്പോൾ സംഭവിക്കുന്നു. For you should go out in joy and be led back in peace. The mountains and the hills before you shall burst into song, and all the trees of the field shall clap their hands. ദൈവവചനത്താൽ നിറയുമ്പം അവർ സന്തോഷത്തോടെ കൈകൊട്ടും, മലകളും കുന്നുകളും ആർത്തുപാടും. നാം ഒക്കെ സമാധാനത്തിൽ നയിക്കപ്പെടും. നമ്മുടെ ജീവിതം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒന്നല്ലേ, ജീവിതത്തിൽ സമാധാനം വേണം, സന്തോഷം വേണം. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ലോകം തരുന്ന സന്തോഷമല്ല, പക്ഷെ ദൈവം തരുന്ന സന്തോഷത്തിൽ നിറഞ്ഞാൽ നമുക്ക് നിലനിൽക്കുന്ന ഒരു സന്തോഷമാണ്. അപ്പോൾ ദൈവവചനത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവവചനത്താൽ നിറയുക. ഇത് നമ്മുടെ ഒരു ആഗ്രഹമായി തീരട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നാം 13-ാമത്തെ വചനം പഠിക്കും. ആ വചനം പഠിക്കുമ്പോൾ ആ 55 അധ്യായങ്ങൾ തീരുകയാണ്. ആ 55-ാമത്തെ അധ്യായം നാം അവസാനിപ്പിക്കും. അടുത്ത വചനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പഠിക്കും. ദൈവം വളരെ സമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ വിശുദ്ധ കുർബാനകളിലും പ്രാർത്ഥനകളും എന്നെ കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ ദൈവത്തിൽ സമർപ്പിക്കുന്നു. ആമേൻ.